ഉത്തർപ്രദേശിലെ ഹാത്രസിൽ 121 പേരുടെ മരണത്തിനിടയാക്കിയ പരിപാടിയുടെ സംഘാടകൻ ആൾദൈവം ഭോലെ ബാബ ഒളിവിൽ. ഇയാൾക്കായുള്ള തിരച്ചിൽ തുടരുകയാണ്. സംഘാടകർക്കെതിരെ കേസെടുത്ത UP പോലീസ് ഭോലെ ബാബയുടെ പേര് ഉൾപ്പെടുത്താതെയാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഉത്തർപ്രദേശ് സർക്കാർ സംഭവത്തിൽ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആൾദൈവം ഭോലെ ബാബയുടെ ആത്മീയ പ്രഭാഷണത്തിനിടെയുണ്ടായ ദുരന്തത്തിന്റെ ഞെട്ടൽ മാറാതെ ഹാത്രസിലെ ജനങ്ങൾ. മരിച്ചവരിൽ കൂടുതലും സ്ത്രീകൾ. അപകടത്തിൽ പരിക്കേറ്റ പലരുടെയും നില ഗുരുതരമായി തുടരുന്നു. സംഭവത്തിൽ സത്സംഗ് സംഘാടകനായ ദേവ്പ്രകാശ് മധുകരനും ഭാരവാഹികൾക്കെതിരെയും പോലീസ് കേസെടുത്തു. തെളിവ് നശിപ്പിക്കാൻ ശ്രമം നടത്തി, അനുവദിച്ചതിൽ കൂടുതൽ പേരെ പങ്കെടുപ്പിച്ചു, മനഃപൂർവ്വമല്ലാത്ത നരഹത്യ തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. എന്നാൽ ഭോലെ ബാബയുടെ പേര് FIRൽ ചേർത്തിട്ടില്ല. ഇയാൾ നിലവിൽ ഒളിവിലാണെന്നാണ് വിവരം. അപകടത്തിന് ശേഷം മെയിൻപൂരി ആശുപത്രിയിലെത്തിയ ഭോലെ ബാബയെ ഇതുവരെയും കണ്ടെത്താനായിട്ടില്ല. 60,000 പേർക്ക് മാത്രം പങ്കെടുക്കാൻ അനുമതിയുണ്ടായിരുന്നിടത്ത് 2.5 ലക്ഷത്തോളം ആളുകൾ എത്തിയിരുന്നതായാണ് കണക്ക്. കൃത്യമായ ക്രമീകരണങ്ങളില്ലാത്തതും അപകടത്തിന് കാരണമായി. ആശുപത്രികളിലെ സൗകര്യക്കുറവും ആവശ്യത്തിന് ഡോക്ടർമാരോ ആംബുലൻസോ ഓക്സിജൻ സിലിണ്ടറുകളോ ഇല്ലാത്തതും മരണസംഖ്യ കൂട്ടിയെന്ന് ബന്ധുക്കൾ ആരോപിച്ചു. ദുരന്തത്തിന്റെ ഉത്തരവാദി UP സർക്കാരാണെന്ന് SP നേതാവ് അഖിലേഷ് യാദവും വിമർശിച്ചു. सरकार की जिम्मेदारी थी, सरकार की वजह से जाने गई हैं, सरकार की वजह से ऑक्सीजन नहीं मिली है, सरकार की वजह से दवाइयां नहीं मिली हैं, सरकार की वजह से एम्बुलेंस नहीं आई और सरकार की वजह से ही जिन शवों को जिस तरीके से ले जाया गया है, ये पूरी सरकार की जिम्मेदारी है. അപകടത്തിൽ പരിക്കേറ്റവരെ UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ആശുപത്രികളിലെത്തി സന്ദർശിച്ചു. 90% പേരുടെയും മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് കൈമാറി. സംഭവ സ്ഥലത്ത് ഫോറൻസിക് സംഘവും ഡോഗ് സ്ക്വാഡും പരിശോധന നടത്തി. അതിനിടെ അപകടത്തിൽ സുപ്രീം കോടതി മേൽനോട്ടത്തിൽ അന്വേഷണവും CBI അന്വേഷണവും ആവശ്യപ്പെട്ട് സുപ്രീം കോടതിയിലും അലഹബാദ് ഹൈക്കോടതിയിലും ഹർജിയെത്തി. കൈരളി ന്യൂസ്, ദില്ലി.